നമസ്കാരം. ഇന്ത്യക്കാരെ ഒഴിവാക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് പഠിച്ച പണി 18 പയറ്റുമ്പോൾ അതിന് മറുപണിയുമായി എത്തുകയാണ് ഇന്ത്യ. അമേരിക്ക ഇന്ത്യക്കാരെ നിരസിക്കുകയാണെങ്കിൽ ഇന്ത്യൻ തൊഴിലാളികളെ ഇരു കൈകളും നീട്ടി സ്വീകരിക്കുന്ന സമീപനവുമായി എത്തിയിരിക്കുകയാണ് റഷ്യ. ഇതു സംബന്ധിച്ച നിർണായകമായ തീരുമാനം അടുത്ത മാസം ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ട്. പുടിന്റെ ഇന്ത്യ സന്ദർശന വേളയിലാകും നിർണായകമായ ഈ തീരുമാനം ഉണ്ടാകാൻ പോകുന്നത്. ജനസംഖ്യ കുറയ്ക്കുന്ന സാഹചര്യത്തിലാണ് റഷ്യ തൊഴിൽ ശക്തി വർദ്ധിപ്പിക്കാൻ ഒരുങ്ങുന്നത്. നിലവിൽ റഷ്യയിൽ ഇന്ത്യൻ തൊഴിലാളികൾ നിർമ്മാണ മേഖലയിലും ടെക്സ്റ്റൈൽസ് മേഖലയിലുമാണ് ഉള്ളത്. എന്നാൽ ഇലക്ട്രോണിക്സ്, മെഷീനറി തുടങ്ങിയ മേഖലകളിൽ വൈദഗ്ധ്യമുള്ള തൊഴിലാളികളുടെ ഡിമാൻഡ് വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് ഇന്ത്യൻ തൊഴിലാളികൾക്ക് അവസരം കൂടുതൽ ഒരുങ്ങുന്നത്. അടുത്ത മാസം ന്യൂഡൽഹിയിൽ നടക്കുന്ന വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇന്ത്യയിലെത്തുന്നുണ്ട്. ഈ അവസരത്തിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ ഒരു കരാർ ഒപ്പുവെച്ചേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. ഇന്ത്യൻ തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കരാർ നിർമ്മിച്ചിരിക്കുന്നത്. ഈ കരാർ പ്രാബല്യത്തിൽ വരുമ്പോൾ റഷ്യയിൽ ഇന്ത്യക്കാർക്ക് സുരക്ഷിതമായി ജോലി ചെയ്യാനുള്ള സാഹചര്യം ഒരുങ്ങും. വരും വർഷങ്ങളിൽ റഷ്യയിൽ ജോലി ചെയ്യുന്ന ഇന്ത്യക്കാരുടെ എണ്ണം വർദ്ധിപ്പിക്കുവാനും ഈ കരാർ സഹായിക്കുമെന്നാണ് കരുതപ്പെടുന്നത്. അടുത്തിടെ ഇന്ത്യയിലെയും റഷ്യയിലെയും തൊഴിൽ മന്ത്രിമാർ ദോഹയിൽ നടത്തിയ കൂടിക്കാഴ്ചയിൽ ഇന്ത്യൻ തൊഴിലാളികൾ റഷ്യയിൽ നേരിടുന്ന പ്രശ്നങ്ങൾ ചർച്ച ചെയ്തിരുന്നു. റഷ്യയിൽ വളർന്നു വരുന്ന ഇന്ത്യൻ സമൂഹം ഭാവിയിൽ ഇന്ത്യ റഷ്യ ബന്ധത്തിന്റെ പ്രധാന അടിത്തറയായി മാറുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. മോസ്കോയിലെ ഇന്ത്യൻ എംബസിയുടെ കണക്കനുസരിച്ച് ഏകദേശം 14,000 ഇന്ത്യക്കാർ റഷ്യയിൽ താമസിക്കുന്നുണ്ട്. ഇന്ത്യൻ വംശജരായ 1,500 അഫ്ഗാൻ പൗരന്മാരും ഇവിടെയുണ്ട്. ഇതുകൂടാതെ 500 ഇന്ത്യൻ ബിസിനസ്സുകാർ റഷ്യയിലാണ് താമസിക്കുന്നത്. തേയില, കാപ്പി, പുകയില, ഫാർമസ്യൂട്ടിക്കൽസ്, സുഗന്ധവ്യഞ്ജനങ്ങൾ, പാദരക്ഷകൾ, ഗ്രാനൈറ്റ്, IT സേവനങ്ങൾ, ടെക്സ്റ്റൈൽസ് എന്നീ മേഖലകളിലായി ഏകദേശം 300 ഇന്ത്യൻ കമ്പനികൾ റഷ്യയിലുണ്ട്. 2025 അവസാനിക്കുമ്പോൾ റഷ്യൻ തൊഴിൽ മന്ത്രാലയത്തിന്റെ കണക്കുകൾ പ്രകാരം 70,000-ലധികം ഇന്ത്യക്കാർക്ക് റഷ്യയിൽ ജോലി ചെയ്യാൻ അവസരം ഒരുങ്ങും. ഇന്ത്യ റഷ്യ സാമ്പത്തിക സഹകരണം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ഇന്ത്യൻ തൊഴിലാളികൾക്കും റഷ്യയിൽ മികച്ച ജോലി സാധ്യതകൾ ഉണ്ടാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഇന്ത്യ റഷ്യയിൽ നിന്നും റെക്കോർഡ് അളവിലാണ് വജ്രങ്ങളും സ്വർണവും ഇറക്കുമതി ചെയ്യുന്നത്. ഇന്ത്യയിലേക്കുള്ള റഷ്യൻ വജ്ര ഇറക്കുമതി ഈ വർഷം ഓഗസ്റ്റിൽ തന്നെ $31.3 മില്യൺ. വിദ്യാഭ്യാസത്തിനായി ഏകദേശം 4,500 ഇന്ത്യൻ വിദ്യാർത്ഥികളാണ് ഇപ്പോൾ റഷ്യയിലുള്ളത്. ഇതിൽ 90% പേരും മെഡിക്കൽ കോഴ്സുകളാണ് പഠിക്കുന്നത്. എഞ്ചിനീയറിംഗ്, എയറോനോട്ടിക്കൽ ഡിസൈൻ, കമ്പ്യൂട്ടർ സയൻസ്, ട്രാൻസ്പോർട്ട് ടെക്നോളജി, മാനേജ്മെന്റ്, കൃഷി, ധനകാര്യം എന്നീ വിഷയങ്ങളും പഠിക്കുന്നവരുമുണ്ട്. അമേരിക്ക ഇന്ത്യക്കാർക്ക് ഉൾപ്പെടെയുള്ളവരുടെ പ്രൊഫഷണലുകൾ മുന്നിൽ വാതിൽ കൊട്ടിയടയ്ക്കുമ്പോൾ റഷ്യ അവസരങ്ങൾ തുറന്നിടുകയാണ്. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ വിളിച്ചു. ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച